1971 ഇന്ത്യ പാക് യുദ്ധസമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് കീഴടങ്ങിയിരുന്നില്ലെന്ന പ്രചരണവുമായി കോൺഗ്രസ്. എന്നാൽ ഉടനെ കോൺഗ്രസ് പ്രചരണത്തെ തള്ളി ശശി തരൂർ MP രംഗത്തു വന്നു. നിലവിലെ സാഹചര്യം 1971 സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമെന്നും രണ്ടും താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നും ശശി തരൂർ MP വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി. ഭീകരതയ്ക്കെതിരെ താക്കീത് നൽകുക എന്ന ലക്ഷ്യം കൈവരിച്ചുവെന്നും തരൂർ പറഞ്ഞു. ഇനിയും സംഘർഷം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ വെടിനിർത്തൽ കരാർ സ്ഥിരീകരിച്ച ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ വെടിനിർത്തലിന് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായെന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് 1971 കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രചരണം ആരംഭിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച മുഴുവൻ നടപടികൾക്കും പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അമേരിക്ക ഇടപെട്ടതിനെ കോൺഗ്രസ് ചോദ്യം ചെയ്തു. രാജ്യത്തിന്റെ കാര്യം ട്രംപിലൂടെ അറിയേണ്ടി വരുന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചുനിന്നു. രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിൽ എടുക്കണമെന്നും പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ തീരുമാനം ആദ്യം പുറത്തുവിട്ടത്. 48 മണിക്കൂറായി ഇന്ത്യയും പാകിസ്ഥാനുമായി അമേരിക്ക നടത്തിയ ചർച്ചയിലൂടെയാണ് വെടിനിർത്തൽ എന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അവകാശപ്പെട്ടു. എന്നാൽ ഇക്കാര്യം ഇന്ത്യ നിഷേധിച്ചു. മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലെന്നും രണ്ടു രാജ്യങ്ങളും നേരിട്ടാണ് വെടിനിർത്തൽ തീരുമാനിച്ചതെന്നും കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ സ്വീകാര്യമല്ലെന്ന് തുറന്നടിച്ച് കോൺഗ്രസ് എത്തിയതും ശ്രദ്ധേയമായി. കേന്ദ്ര സർക്കാർ അതിന് അനുവദിച്ചോ എന്ന് രാജ്യത്തിന് അറിയണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പ്രവർത്തക സമിതി അംഗം സച്ചിൻ പൈലറ്റ് വാർത്താ സമ്മേളനം നടത്തിയാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. US പ്രസിഡന്റിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം അമ്പരപ്പിച്ചെന്നാണ് സച്ചിൻ പൈലറ്റ് പ്രതികരിച്ചത്. മധ്യസ്ഥത കേന്ദ്ര സർക്കാർ അംഗീകരിച്ചോ എന്ന് രാജ്യത്തിന് അറിയണം. എന്തായിരുന്നു വ്യവസ്ഥകൾ? ചർച്ചകൾക്ക് നിഷ്പക്ഷ വേദിയുണ്ടായെന്ന അഭ്യൂഹം ശക്തമാണ്. പാക് അധീന കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണമെന്ന് 1994 ലോക്സഭയും രാജ്യസഭയും ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരുന്നതാണ്. അതേസമയം ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ കോൺഗ്രസ് പ്രകീർത്തിച്ചു. പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. സർവകക്ഷി യോഗവും വിളിക്കണം. ഇതിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഓപ്പറേഷൻ സിന്ദൂർ, US ഇടപെടൽ, വെടിനിർത്തൽ ധാരണ എന്നിവ ചർച്ച ചെയ്യണം. പ്രധാനമന്ത്രി നേരിട്ട് വിശദീകരണം. ഇതാണ് കത്തിലെ പ്രധാന ആവശ്യം.